ബി.ജെ.പി ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു. നേമത്ത് ബി.ജെ.പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ, അതുപോലെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഈ 3 പേരുടെ പേരുകളാണ് ഉയർന്ന് കേൾക്കുന്നത്. ഇവർ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ധാരണയായി. പ്രഖ്യാപനവും വന്നു എന്നാണ് ബി.ജെ.പി അണികൾ തന്നെ പറയുന്നത്. എന്നാൽ ബി.ജെ.പി അണികളും നേതൃത്വവും രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ സിൽബന്ദികളും ശിങ്കിടികളുമല്ല, അല്ലാതെയുള്ള നേതാക്കളുണ്ടല്ലോ, ഒരുപാട് ആളുകളുണ്ട് ബി.ജെ.പിയിൽ. അവരൊക്കെ അവരൊക്കെ അതൃപ്തരാണ്. പ്രത്യേകിച്ച് കോർ കമ്മിറ്റിയിലുള്ള ആളുകൾ തന്നെ അതൃപ്തരാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, രാജീവ് ചന്ദ്രശേഖർ ഒരുമാതിരി കോർപ്പറേറ്റ് മുതലാളിയുടെ സ്വഭാവമാണ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കാണിക്കുന്നത് എന്നാണ് അവരുടെ വിമർശനം. അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കഴമ്പുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ കോർ കമ്മിറ്റി ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും നേതാക്കൾ വരുന്നു, അമിത്ഷാ കേരളം സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു, ഇനിയിപ്പോ നിതിൻ നവീൻ വരാൻ പോകുന്നു, പുതിയ ദേശീയ അധ്യക്ഷൻ വരാൻ പോകുന്നു. ഇങ്ങനെ നേതാക്കൾ വരുമ്പോൾ മാത്രം ഈ കോർ കമ്മിറ്റി തട്ടിക്കൂട്ടും, കോർ കമ്മിറ്റി വിളിക്കും. അതിന് മുമ്പ് വലിയ പാർട്ടി തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയം പോലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർജി ചെയ്യുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ലെന്നാണ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായം. ശോഭാ സുരേന്ദ്രനൊക്കെ പേരിനൊരു സ്ഥാനം കിട്ടിയെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒരു വെറും റബ്ബർ സ്റ്റാമ്പ് കസേരകൾ മാത്രമാണ് ശോഭാ സുരേന്ദ്രന്റെയൊക്കെ സ്ഥാനമെന്ന് വ്യക്തമാകുന്നതാണ് ഈ പാർട്ടി പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ. ഇദ്ദേഹം പറയുന്നത് പോലെ അങ്ങ് നടപ്പിലാക്കിക്കൊള്ളണം. ഇദ്ദേഹം എന്താണ് പറയുന്നത് അതങ്ങ് അക്ഷരം പ്രതി അനുസരിച്ച് ചെയ്യണം. അത് ഒരുതരം മോദി ലൈനാണ്, ജനാധിപത്യ ലൈൻ അതിനകത്തില്ല എന്നാണ് കോർ കമ്മിറ്റി അംഗങ്ങളുടെ വിമർശനം. ഏതായാലും ഈ നേരത്തെ പ്രഖ്യാപിച്ചല്ലോ, നേമത്ത് രാജീവ് ചന്ദ്രശേഖർജി, മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ, കഴക്കൂട്ടത്ത് വി മുരളീധരൻ, ഈ 3 പേര് 8 നിലയിൽ അതാത് മണ്ഡലങ്ങളിൽ തോക്കുമെന്നതിന് ഒരു തർക്കവുമില്ലെന്നാണ് കോർ കമ്മിറ്റിയിലെ ചില ആളുകൾ തന്നെ പറയുന്നത്. കാരണം ഇവർക്ക് മൂന്ന് പേർക്കും ആ മണ്ഡലങ്ങളിൽ അത്ര വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പലപ്പോഴും വോട്ട് നേരിയ ശതമാനത്തിലല്ലല്ലോ വർദ്ധിക്കേണ്ടിയിരുന്നത്. ഈ 3 സ്ഥാനാർത്ഥികളെ നിർണയിച്ചതിലൂടെ ഏകപക്ഷീയമായി നിർണയിച്ചതിലൂടെ ബി.ജെ.പി അതിന് പാർട്ടിക്കുള്ളിലെ ജനാധിപത്യ രീതിയെ ധ്വംസിച്ചു കളഞ്ഞു എന്ന ആരോപണവും കോർ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർജി തിരുത്തുമോ എന്ന് ചോദിച്ചാൽ തിരുത്താൻ ഒരു സാധ്യതയുമില്ല. കാരണം അദ്ദേഹം ഒരു കോർപ്പറേറ്റ് മുതലാളിയാണ്. ആ മുതലാളിയുടെ മനോഭാവത്തോടു കൂടി മാത്രമേ അയാൾ പാർട്ടിയുടെ ഭരണവും നിർവഹിക്കുകയുള്ളൂ എന്ന് നേതാക്കൾക്കറിയാം. എങ്കിലും നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് കത്തെഴുതാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. രാജീവ് ചന്ദ്രശേഖർജി പറയുന്നതിനാകും അവസാന വാക്ക് രാജീവ് ചന്ദ്രശേഖർജിക്കാണെങ്കിലും ഈ കത്തിനും എന്തെങ്കിലും പ്രാധാന്യം ലഭിക്കുമെന്നാണ് നേതാക്കളുടെ ഒരു നോട്ടവും കരുതലും ഒക്കെ.